الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നോടും നിങ്ങളുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താലും തൗഫീഖിനാലും നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചിരിക്കുന്നത്. ഏറെ പുണ്യങ്ങളും അനുഗ്രഹങ്ങളും നിറഞ്ഞ ഈ മാസത്തിൻ്റെ കഴിഞ്ഞ ദിനരാത്രങ്ങളിലെല്ലാം നമ്മുടെ അറിവും കഴിവും അനുസരിച്ചുകൊണ്ട് പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കുവാനും തിന്മകളെ കുറക്കുവാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചിട്ടുണ്ടാവണം. അള്ളാഹു അതെല്ലാം സൽക്കർമ്മങ്ങളായി പൂർണ്ണ പ്രതിഫലത്തോടുകൂടെ റമദാനിൽ വാഗ്ദത്തം ചെയ്ത എല്ലാവിധ അനുഗ്രഹങ്ങളോടും കാരുണ്യത്തോടും കൂടെ നമ്മിൽ നിന്നേവരിൽ നിന്നും അള്ളാഹു അത് സ്വീകരിക്കുകയും കബൂൽ ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, റമദാൻ വന്നു. വളരെ കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് തന്നെ റമദാൻ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങൾക്കുമുണ്ട് ഇങ്ങനെയൊരു തുടക്കവും ഒരു പരിസമാപ്തിയും. സാധാരണ പറയാറുണ്ട്, എല്ലാം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് പതുക്കെ പതുക്കെ അത് കുറഞ്ഞു വരികയാണ് ചെയ്യുക എന്ന് സാധാരണ പറയാറുണ്ട്. നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെ ആണല്ലോ. അത് ഒരാരോഗ്യത്തിൻ്റെയും യുവത്വത്തിൻ്റെയും ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മെല്ലെ മെല്ലെ വാർദ്ധക്യത്തിലേക്കും അവശതയിലേക്കും അത് പിറകോട്ട് പോരുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ റമദാൻ അവസാനിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതവും ഒരു പരിസമാപ്തിയിലേക്ക് എത്തും. ഇസ്ലാമികമായൊരു വിശ്വാസപ്രകാരം മാറ്റങ്ങളില്ലാത്ത ഒരു ലോകത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് എന്നാണ്. സ്വർഗത്തിൽ ചെന്നാൽ അവിടെ
യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളുമില്ല. ആ ശാശ്വതമായ സുഖം എന്നും അനുഭവിക്കുക എന്നത് മാത്രമാണ് അവിടെയുള്ളത്. നരകവും അങ്ങനെ തന്നെയാണല്ലോ. മാറ്റങ്ങളില്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മൾ അറിയാതെ എത്തിച്ചേരുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഈ റമദാൻ്റെ തുടക്കത്തിൽ നിന്നും ഈ അവസാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നതുപോലെ തന്നെ മനുഷ്യൻ്റെ പൊതുവായ ഒരു പ്രകൃതി എന്താണെന്ന് ചോദിച്ചാൽ, തനിക്ക് അപകടകരമാണ്, ആപൽക്കരമാണ് എന്നറിയുന്ന പല സംഗതികളും ബോധപൂർവം തന്നെ അതിനെ അവഗണിക്കുകയും പിന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അവൻ സങ്കടപ്പെടുകയും ചെയ്യുക എന്നതാണ്, ഖേദിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അനുഭവം. പണമുള്ള കാലത്ത് ആളുകൾ പറയും വല്ലാതെ ദൂർത്തടിക്കേണ്ട, ചെലവഴിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ നല്ലോണം ആഘോഷിച്ച് പിന്നെ കയ്യിലൊരു പണവുമില്ലാത്ത കാലം വരുമ്പോൾ ആ പണമൊക്കെ ഇന്നുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആലോചിക്കും. ആരോഗ്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒന്നും ചിന്തിക്കാതെ തോന്നിയതുപോലെ കുടിച്ചും തിന്നും മതിച്ചും ജീവിച്ച് അവസാനം രോഗങ്ങളും പ്രതിസന്ധികളുമാകുമ്പോൾ വേണ്ടിയിരുന്നില്ലെന്ന് മനുഷ്യന് തോന്നും. സത്യത്തിൽ പരലോകത്തും ധാരാളം ആളുകൾ ഈ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ഖേദ പ്രകടനമാണ് സൂറത്ത് ആലി ഇംറാന്റെ 30-ാമത്തെ വചനം. അതാണ് തുടക്കത്തിൽ ഓതി വെച്ചത്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ. നന്മയാകുന്ന എന്തും, ഏതൊരു നന്മയാകട്ടെ നമ്മൾ പ്രവർത്തിച്ചാൽ അത് നമ്മുടെ മുന്നിൽ ഹാജരായി വരുന്നൊരു ദിവസമുണ്ട്. വമാ അമിലത് മിൻ സൂ, ഏതൊരു തിന്മ ചെയ്താലും ആ തിന്മയും നമ്മുടെ മുന്നിൽ ഹാജരായി വരുന്ന, നമ്മുടെ മുന്നിലെത്തുന്ന ഒരു ദിവസമുണ്ട്. അങ്ങനെ ആ തിന്മ കാണുമ്പോൾ മനുഷ്യൻ ആഗ്രഹിക്കും അത്രേ, തവദ്ദു ലൗ അന്ന ബൈനഹാ വ ബൈനഹു അമദൻ ബഈദാ. ഈ തെറ്റും ഞാനും തമ്മിൽ വളരെ വിദൂരമായ ഒരു അകലമുണ്ടായിരുന്നെങ്കിൽ, ഈ തെറ്റ് ഞാൻ ഒരിക്കലും അന്ന് ചെയ്യാതിരുന്നെങ്കിൽ എന്ന് ഏതൊരു തെറ്റിനെ കുറിച്ചും, അതിനിസ്സാരമായ ഒരു തെറ്റിനെ കുറിച്ച് പോലും മനുഷ്യൻ ആഗ്രഹിച്ചു പോകുന്ന, ചിന്തിച്ചു പോകുന്ന ഒരു അവസരമുണ്ട് എന്നാണ്. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെ താക്കീത് ചെയ്യുകയാണ്, നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അടിമകളോട് വലിയ വാത്സല്യവും കരുണയുമുള്ളവനാണ് അള്ളാഹ്. അതുകൊണ്ടാണ് അള്ളാഹ് ഈ തെറ്റിനൊക്കെ വലിയ ഖേദം അന്ന് അനുഭവിക്കുമെന്ന് അള്ളാഹു നേരത്തെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു പരിണിതിയുണ്ട്. മാറ്റമില്ലാത്തൊരു സ്വർഗവും നരകവുമാണ് അതെന്ന് ഖുർആൻ എത്ര സ്ഥലത്താണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. വകദാലിക ഔഹൈനാ ഇലൈക ഖുർആനൻ അറബിയ്യ. അറബിയിലുള്ള ഖുർആൻ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. ലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹ. ലോകത്തുള്ള എല്ലാവർക്കും മുന്നറിയിപ്പും താക്കീതും നൽകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടോ വതുൻദിറ യൗമൽ ജംഇ ലാ റൈബ ഫീഹി. സംശയമില്ലാത്തൊരു ദിവസം നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വരും. ഫരീഖും ഫിൽ ജന്നതി വഫരീഖും ഫിസ് സഈർ. ഒരു കൂട്ടം ആളുകൾ അന്ന് സ്വർഗത്തിലായിരിക്കും, ഒരു കൂട്ടം ആളുകൾ അന്ന് നരകത്തിലായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ താക്കീത് അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രയെത്ര ആളുകളാണ് നാളെ പരലോകത്ത് ഇതുപോലെ ഖേദിക്കുന്ന വാക്കുകൾ പറയുന്നത്. കാലകം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ. നിങ്ങൾ എത്ര കൊല്ലം ഭൂമിയിൽ ജീവിച്ചു എന്ന് പരലോകത്ത് ഖേദം പ്രകടിപ്പിക്കുന്ന ആളുകളോട് ചോദിക്കും. സമയം കിട്ടിയത് എത്ര കാലം പരലോകത്ത് ജീവിച്ചു എന്നാണ്. ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം. ആകെ കുറഞ്ഞ ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ചെറിയൊരു ഭാഗം, ഒരു ഉച്ച വരെ, ഒരു വൈകുന്നേരം വരെ, അത്രയ്ക്ക് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ എന്നാണ്. എന്നിട്ട് ലൗ അന്നകും കുൻതും ഖാല ഇൻ ലബിസ്തും ഇല്ലാ ഖലീല. വളരെ കുറച്ചേ നിങ്ങൾ പരലോകത്ത് ജീവിച്ചുള്ളൂ, വളരെ കുറഞ്ഞ ഒരു സമയം ഈ ഒരു ജീവിതത്തെ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു വിഷമൊന്നും ഉണ്ടാകുമായിരുന്നില്ലെന്ന് അവിടുന്ന് പറയുന്നതാണ്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നത് അൻതഖൂല നഫ്സും യാ ഹസ്രതാ. എൻ്റെ ദുഃഖമേ, എൻ്റെ ഖേദമേ എന്ന് മനുഷ്യൻ വിലപിച്ചുകൊണ്ട് പറയും. അലാമാ ഫർറതു ഫീ ജംബില്ലാ. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഞാൻ വല്ലാതെ വീഴ്ച വരുത്തി. എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല, എനിക്ക് എത്രയോ നന്നായി ജീവിക്കാമായിരുന്നു. പക്ഷെ ഞാൻ വളരെയധികം വീഴ്ച വരുത്തിക്കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഓരോ കമന്റ് പറഞ്ഞു പോകും. ദീനിനെ കുറിച്ചും ദീൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഓരോ തമാശ പറഞ്ഞ് പരിഹസിച്ച് പോവുകയാണ് ചെയ്തിരുന്നത്. അതൊന്നും അല്പം ഗൗരവത്തിലാന്ന് എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരികയില്ലായിരുന്നു എന്ന് പറയും. സത്യനിഷേധികളും അള്ളാഹുവിൻ്റെ റസൂലിന് എതിരെ പ്രവർത്തിച്ചതുമായ ആളുകൾ
ലൗ തുസബ്ബാ ബിഹിമുൽ അർള്, ഭൂമി അവരെയും കൊണ്ട് അങ്ങ് മൂടിപ്പോയെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു പോകുമെന്നാണ്. വലാ യക്തുമൂനല്ലാഹ ഹദീസ, ഒരു വർത്തമാനവും അവർക്കവിടെ മറച്ചു വെക്കാൻ കഴിയില്ല എന്നാണ്. യൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി, സത്യനിഷേധികളായ ആളുകൾ വിരല് കടിച്ചു പോകുന്നതാണ്. യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഒരു നല്ല വഴി സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മനുഷ്യൻ അവിടെ വെച്ച് പറയുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, മനസ്സ് തെളിഞ്ഞൊരു സമയമാണ്. നന്നായി ജീവിക്കാൻ കഴിയും എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെട്ടതാണ്. ഈ റമദാൻ ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്, എനിക്കും നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ പറ്റും. ഇനി ഒരു ഖേദത്തിന് ഇടവരാതെ ഈ ഒരു ജീവിതത്തിൻ്റെ നന്മയെ തുടരുക എന്നുള്ളതാണ് സുഹൃത്തുക്കളെ നമ്മൾ ചെയ്യേണ്ടത്. ഒരു നഷ്ടമാവും. ഈ റമദാനിക്കൊക്കെ എത്ര തന്നെ ദീനിനെ അവഗണിച്ചുകൊണ്ട് ആസ്വദിച്ച് നോമ്പ് നോറ്റ് നോമ്പൊക്കെ ഒഴിവാക്കി ജീവിച്ച ആൾക്കാരുണ്ടല്ലോ, അവർ ഈ ഖേദത്തിലേക്ക് വരുമ്പോൾ നാം ചെയ്ത ഒരു നന്മ, ഒരു ഹറഫ് ഓതിയത് പോലും നമുക്ക് നഷ്ടമാകാതെ അനുഭവിക്കാൻ നാളെ പരലോകത്ത് കിട്ടുന്നതാണ്. കുലൂ വശ്റബൂ ഹനീഅ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്ത നന്മകളുടെ ഫലമായിക്കൊണ്ട് സുഭിക്ഷമായി സന്തോഷത്തോടെ കുടിച്ചുകൊള്ളുക എന്ന് സ്വർഗത്തിൽ വെച്ച് പറയുന്നതാണ്. നിങ്ങൾ അന്ന് ചെയ്തതിൻ്റെ ഫലമാണിതെന്ന് ഓരോ തുള്ളി പാനീയം സ്വർഗത്തുനിന്ന് കുടിക്കുമ്പോഴും നമ്മളോട് പറയുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു ഹറഫ് ഓതിയതും വെറുതെ ആവില്ല, നോമ്പിന് വേണ്ടി ദാഹിച്ചത് വെറുതെ ആവൂല എന്നാണ്. ഇന്ന ഹാദാ കാന ലകും ജസാഅ വകാന സഅയുകും മഷ്കൂറാ, ഇത് നിങ്ങൾക്കുള്ള പ്രതിഫലമാണ്, നിങ്ങളുടെ അധ്വാനങ്ങൾ നന്ദിയോടുകൂടെ സ്വീകരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നാളെ പരലോകത്ത് വെച്ച് പറയുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചില ചോദ്യങ്ങൾ നാം നമ്മോട് ചോദിക്കാം. എനിക്ക് റമദാൻ്റെ മുമ്പുള്ള മാസങ്ങളെക്കാളും അല്പം മെച്ചപ്പെട്ടൊരു ജീവിതം റമദാന് സാധ്യമായോ എന്ന് ഈ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മളോടൊന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങൾ, ഞാൻ എത്ര ഓതി, ഞാൻ എത്ര നിസ്കരിച്ചു, ഞാൻ എത്ര പണം, എത്ര സംഖ്യ നന്മയുടെ വഴിയിൽ ചെലവഴിച്ചു, എൻ്റെ ഹൃദയം ലോലമായോ, എനിക്കൊന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ച് കരയാൻ കഴിഞ്ഞോ, എൻ്റെ മനസ്സിൻ്റെ ദീനിൻ്റെ അവസ്ഥക്ക് ഒരു പുരോഗതി ഉണ്ടായോ? ഇങ്ങനെ ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കണം. ഇതിനൊക്കെ ഒരു നല്ല ഉത്തരം കിട്ടുകയാണെങ്കിൽ അള്ളാഹുവിന് സ്തുതി പറയാം സുഹൃത്തുക്കളെ. ഇതിനൊന്നും ഒരു നല്ല ഉത്തരം പറയാൻ ഈ നന്മയുടെ ഏറ്റവും സമ്പന്നമായ കാലത്തും സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഖേദം പ്രകടിപ്പിക്കാം. അവശേഷിക്കുന്ന എണ്ണപ്പെട്ട ദിവസങ്ങളെങ്കിലും നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിക്കാം. നമുക്ക് നഷ്ടപ്പെടുന്നത്, റമദാനോട് നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഈ സമാധാനം. എന്തു പറഞ്ഞാലും സുഹൃത്തുക്കൾ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എനിക്കും നിങ്ങൾക്കൊക്കെ, എന്നാലും റമദാനിൽ ഞാനും നിങ്ങളും ഒക്കെ ഒരു ആശ്വാസം, മനസ്സിനൊരു കനക്കുറവ്, ഒരു സന്തോഷം അനുഭവിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എന്നും കിട്ടും. ഈ റമദാനിൻ്റെ നന്മകൾ ഇതുപോലെ തുടർന്നാൽ ഈ സമാധാനവും സന്തോഷവും നമുക്ക് എന്നും കിട്ടും. വല ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സൻ, ദുഃഖമില്ലാത്ത, വിഷമമില്ലാത്ത, ആശങ്കകളില്ലാത്ത ഒരു ജീവിതം ദീന് കൊണ്ട് സാധ്യമായി തീരും. എന്തൊക്കെയാണ് ഈ റമദാൻ നമുക്ക് കിട്ടിയ പ്രചോദനങ്ങൾ? നാം ഒന്ന് വിശുദ്ധ ഖുർആനാണ് സുഹൃത്തുക്കളെ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതുകൊണ്ട് എന്താ പറയുക, ഖുർആൻ എന്ന് പറയുമ്പോൾ എന്തുള്ളൂ വെച്ചാൽ ഖുർആൻ നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും, നല്ല രോമാഞ്ചം കൊള്ളുന്ന അനുഭവങ്ങളുണ്ടാകും. അത് ഖുർആൻ നല്ല മനസ്സ് വെച്ച് പഠിച്ചാലേ കിട്ടും. അത് നമുക്ക് ഖുതുബയിൽ നിന്ന് കിട്ടുന്നില്ലേ സുഹൃത്തുക്കളെ, ഖുർആൻ്റെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്നില്ലേ, ഈ അലമാരിയിരിക്കുന്ന പരിഭാഷകളിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മൾ ഖുർആനിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കണം. കാരണം അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല വർത്തമാനം ഖുർആനാണ്. ലോകത്ത് ഈ കാതുകളെ കൊണ്ട് കേൾക്കാൻ പറ്റിയ ഏറ്റവും നല്ല വർത്തമാനം ഖുർആനാണ്. കിതാബം മുതശാബിഹം മതാനി, ആവർത്തിച്ചു വരുന്ന പരസ്പര സാദൃശ്യങ്ങൾ. സ്വർഗത്തെക്കുറിച്ച് എത്ര സ്ഥലത്താണ് പറയുന്നത്, നരകത്തെക്കുറിച്ച് എത്ര സ്ഥലത്താണ് പറയുന്നത്, ആവർത്തിച്ച് നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം. മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും. അങ്ങനെ ആ അനുഭവങ്ങൾ, രോമാഞ്ചമുണ്ടാക്കുന്ന അനുഭവങ്ങൾ അറിവ് കൊണ്ട് ഖുർആനിലുണ്ടാവും. പിന്നെ നമ്മുടെ മനസ്സിക്ക് അത് പ്രവേശിക്കും. എന്നിട്ട് നന്മക്ക് നമ്മളെ പ്രേരിപ്പിക്കും. ഞാൻ ഇങ്ങനെ ആയാൽ പറ്റൂല, ഞാൻ കുറച്ചൊന്ന് മാറണം എന്നാൽ ഖുർആൻ്റെ വചനങ്ങൾ നമ്മളോട് ഇങ്ങനെ പറയും. അങ്ങനെ നമ്മൾ മാറുമ്പോൾ സുഹൃത്തുക്കൾ, ആ ഖുർആൻ്റെ ഫലം നമ്മളിൽ വരും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ പാരായണത്തിലും അർത്ഥത്തിലൊക്കെ ഉള്ള ആ ബന്ധമുണ്ടല്ലോ, അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ എന്താണ് സുഹൃത്തുക്കളെ, പാപങ്ങൾ പരിഹരിച്ച് കിട്ടുക. അതാണ് റമദാൻ്റെ ഏറ്റവും വലിയ നേട്ടം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, റഗീമ അൻഫു റജുൽ, ഒരു മനുഷ്യൻ നശിക്കട്ടെ, അവൻ്റെ കാര്യം
നശിച്ചു പോയിരിക്കുന്നത്. എന്താണത്? ദുഃഖിർത്തു ഇൻദഹു, എന്നെക്കുറിച്ച് അവൻ്റെ അടുക്കൽ എന്ത് ചെയ്തു? പറയപ്പെട്ടു. ഫലം യുസല്ലി അലയ്യ, അപ്പോൾ അവൻ സലാത്ത് പറഞ്ഞില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവൻ പറഞ്ഞില്ല. മറ്റൊരാൾ ദഖല അലൈഹി റമദാൻ, അവൻ്റെ അടുക്കൽ റമദാൻ വന്നു. തുമ്മൻ സലഹ, എന്നിട്ട് ആ റമദാൻ അങ്ങോട്ട് കടന്നുപോയി. ഖബ്ല അൻ യുഗ്ഫറ ലഹു, അവന് പൊറുക്കപ്പെടുന്നതിന് മുമ്പ്. പാപങ്ങൾ പൊറുത്തു കിട്ടാതെ, നമ്മുടെ ജീവിതത്തെ നന്മയിലേക്ക് എത്തിക്കാതെ, സ്വർഗത്തിലേക്ക് എത്തിക്കാതെ ഒരു റമദാൻ നമ്മളെ തൊട്ട് വിട്ടുപോയാൽ സുഹൃത്തുക്കൾ, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. ആ നഷ്ടം നമുക്ക് സംഭവിക്കാതിരിക്കാൻ ഈ റമദാനിനെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ആരെങ്കിലും ഒരു തിന്മ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ സ്വന്തത്തോട് അക്രമം ചെയ്തു, എന്നിട്ട് അവൻ തൗബ ചെയ്യുകയാണെങ്കിൽ യജിദില്ലാഹ ഗഫൂറ റഹീമ, അള്ളാഹുവിനെ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവരായി കാണാൻ പറ്റും. അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ഒരു മാസം ഈ ഇസ്തിഗ്ഫാർ നമ്മൾ തുടരുക. തെറ്റുകളിൽ നിന്ന് മടങ്ങി, തെറ്റുകളിൽ നിന്ന് പശ്ചാത്താപം ചോദിച്ചുകൊണ്ടിരിക്കുക. സുഹൃത്തുക്കളെ, പിന്നെന്താ നേടിയത്? ക്ഷമയാണ് നേടിയത്. ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളുടെയും നിദാനം സുഹൃത്തുക്കളെ ക്ഷമയാണ്. ആ ക്ഷമ സാധ്യമായാൽ എല്ലാം. ആ ക്ഷമ കിട്ടൂല നമുക്ക്. രാവിലെ മുതൽ ഈ കൊടും ചൂടത്ത് നമ്മൾ വെള്ളം ഒഴിവാക്കി, പാനീയങ്ങൾ ഒഴിവാക്കി, നമ്മുടെ ഫോണിൽ എന്തൊക്കെ തോന്നിയാസങ്ങളുണ്ടായിരുന്നു അതിനൊക്കെ പൂട്ടിട്ട് നിൽക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആ ക്ഷമ നമ്മൾ ഒരിക്കലും കൈവിടരുത്. യാ അയ്യുഹല്ലദീന ആമനുസ്ബിറൂ വസാബിറൂ വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമിക്കുക, പരസ്പരം നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക, നിങ്ങൾ ഏറ്റവും ക്ഷമയുള്ളവരായി മാറുക എന്നാണ് ഖുർആൻ നമ്മൾ ഉത്ബോധിപ്പിക്കുന്നത്. നിങ്ങൾ വിജയിച്ചേക്കാൻ, അപ്പം ക്ഷമിക്കാൻ നമുക്ക് പറ്റിയാൽ എല്ലാം. തിന്മകളെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റണം സുഹൃത്തുക്കളെ. ഒരു 25 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ, അവൻ മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ വന്നു. എന്താ അസ്വാസ്ഥ്യങ്ങൾ വരാൻ കാരണം? അവൻ വളരെ കടുത്തൊരു തിന്മ, അവൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഒരു തിന്മ അവൻ ചെയ്യുന്നു. അത് ആരും അറിയാതെ അവൻ കൊണ്ടുനടക്കുന്ന ആ തിന്മ നിർത്താൻ വേണ്ടി അവൻ വർഷങ്ങളോളമായി പരിശ്രമിച്ചു. കുറഞ്ഞ ദിവസം പറ്റും, പിന്നെ അവൻ പരാജയപ്പെടും. അങ്ങനെ തിന്മ ഉപേക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ കുറ്റബോധം കൊണ്ടാണ് അവൻ യഥാർത്ഥത്തിൽ ഒരു വിഷാദ രോഗിയായി മാറി. മനുഷ്യൻ്റെ മനസ്സാക്ഷിക്കുത്ത് അത്ര വലുതാണ് സുഹൃത്തുക്കളെ. നമ്മൾ ചെയ്യുന്ന തിന്മകളൊക്കെ നൈമിഷികമായ ആസ്വാദനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് നൽകുന്ന മാനസിക ആഘാതങ്ങൾ എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടെ അത് നിർത്താൻ പറ്റുന്ന ഈ ഒരു ഏറ്റവും സൗഭാഗ്യകരമായ ഒരു റമദാനിൽ നമ്മൾ ക്ഷമ അവലംബിച്ചുകൊണ്ട് തിന്മയിലേക്ക് തിരിച്ചില്ല എന്ന്, അതാ ക്ഷമ. ഈ റമദാൻ കഴിഞ്ഞിട്ട് ആ തെറ്റിലേക്ക് വിളിക്കുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ശക്തി. യാ അയ്യുഹന്നാമനുസ്ബിറു, നിങ്ങൾ ക്ഷമിക്കും. ആ ക്ഷമ റമദാൻ കൊണ്ട് നേടി. ആ ക്ഷമ കൈവിട്ടു പോയാൽ ഈ റമദാനിലെ എല്ലാ ചൈതന്യങ്ങളും നമുക്ക് കൈവിട്ടു പോകുന്ന ആലോചിക്കും. അതേപോലെ സുഹൃത്തുക്കളെ, എന്തിനാണ് റമദാൻ? നന്മ വർദ്ധിപ്പിക്കാൻ, തിന്മ കുറക്കാൻ. അത് ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ഒരു പോളിസിയാണ്. നന്മ കൂട്ടുക, തിന്മകളെ കുറക്കുക. യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്നവനെ നീ മുന്നോട്ട് വരും. യാ ബാഗിയ ശർർ അഖ്സിർ, തിന്മ കുറക്കുക. ഈ റമദാനിൽ 30 ദിവസവും നാം നടത്തിയ പോരാട്ടം നന്മ വർദ്ധിപ്പിക്കാനും തിന്മയെ കുറക്കാനും. ആ പോരാട്ടം തുടരാൻ ഈ റമദാൻ നമുക്ക് യഥാർത്ഥത്തിൽ ശക്തി പകരണം സുഹൃത്തുക്കൾ. അങ്ങനെ നന്മ വർദ്ധിപ്പിച്ചാൽ പിന്നെ ഒന്നും പേടിക്കണ്ട. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എൻ്റെ അടിമ പ്രവർത്തിച്ചാൽ, അത് ഫർളാവട്ടെ സുന്നത്താവട്ടെ, പ്രവർത്തിച്ച് അവൻ എൻ്റെ ഇഷ്ടം നേടിക്കഴിഞ്ഞാൽ, അവൻ എൻ്റെ ഇഷ്ടം നേടിക്കഴിഞ്ഞാൽ പിന്നെ അവനൊരു പ്രശ്നമില്ല എന്നാണ്. പിന്നെ ജീവിതത്തിലൊരു പ്രശ്നമല്ല. അള്ളാഹിന്റെ ഇഷ്ടം നേടിക്കഴിഞ്ഞവന് ജീവിതത്തിൽ യാതൊരു പ്രശ്നവുമില്ല. കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. വയദഹു അല്ലദീ യബ്തുശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജിലഹു അല്ലദീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും. വഇൻ സഅലനീ ലഉതിയന്നഹു, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവിടെ കൊടുത്തിരിക്കും. ആരോട് ചോദിക്കേണ്ട സുഹൃത്ത്? ആരോടും കൈ നീട്ടേണ്ടി വരില്ല. അള്ളാഹു നമുക്ക് തരും. ആവശ്യമുള്ള സങ്കടങ്ങൾ മറ്റാരോടും പറയേണ്ടി വരും. അള്ളാഹ് തരാന്ന് ഉറപ്പ്. അവൻ എന്നോട് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ രക്ഷിച്ചിരിക്കും. നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്ക വേണ്ടി മാത്രം. നന്മകൾ വർദ്ധിപ്പിച്ച് തിന്മകളെ കുറക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സാമീപ്യം നമുക്ക് കിട്ടും. സുഹൃത്തുക്കളെ, മറ്റൊന്ന് നമ്മൾ അനുഭവിച്ചു വിശപ്പിൻ്റെ വേല. വിശക്കാൻ തുടങ്ങുമ്പോഴേക്കും എവിടെ ഭക്ഷണമെന്ന്
ഭാര്യയോട് ദേഷ്യപ്പെട്ട് പറയുന്നവർ ക്ഷമിക്കാൻ പഠിച്ചില്ലേ സുഹൃത്തുക്കളെ? ഭക്ഷണമില്ലാത്തവരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അങ്ങനത്തെവരുണ്ട് സുഹൃത്തുക്കളെ, ഭക്ഷണമില്ലാത്തവരുണ്ട്. ഏത്? ആരോ ഉപയോഗിച്ച വസ്ത്രം അതലക്കി തേച്ച് കൊണ്ടുവന്ന് പാവപ്പെട്ടവൻ്റെ കയ്യിൽ കൊടുത്താൽ അതുപോലും ഒരു പുതുവസ്ത്രത്തിൻ്റെ പുതുമയോടെ സ്വീകരിക്കുന്നവർ ഇന്നുമുണ്ടെന്നത് നമ്മൾ ഒരിക്കലും നിഷേധിക്കരുത്. മനസ്സിലായി? ഒരു 1000 രൂപൻ്റെ ഒരു റമദാൻ കിറ്റ് കിട്ടാൻ ഈ പൊരിവെയിലത്ത് ഓട്ടോ വിളിക്കാതെ കിലോമീറ്ററുകൾ വടികുത്തി നടന്നു വന്ന് 80-90 വയസ്സായ ആളുകൾ, സഹോദരിമാർ ഇവിടെ വന്നിട്ട് പറയും കിറ്റ് കിട്ടിയിട്ടില്ല ഈ പ്രാവശ്യം. അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഉണ്ട് നമ്മുടെ ചുറ്റുപാടുകൾ. ആ തിരിച്ചറിവ് റമദാനിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എന്തെങ്കിലും കിട്ടുന്നതിൽ നിന്ന് മറ്റുള്ളവൻ്റെ മനസ്സു നനയാൻ നാം കൊടുക്കും. അത് സമ്പന്നന്മാർ മാത്രം ചെയ്യേണ്ടത്. റമദാനിൽ ഏറ്റവും അധികം നബി സല്ലല്ലാഹു ഔദാര്യം ചെയ്തു. ഔദാര്യങ്ങൾ ശീലിക്കുന്ന മാസം. ഒരു ബക്കറ്റിലും നമ്മുടെ ഒരു സംഖ്യ വീഴാതെ പോയിട്ടില്ല. റമദാനിൽ വന്ന ഒരു കൈയും നാം വെറുതെ മടക്കിയിട്ടില്ല. കടങ്ങളിൽ കുടുങ്ങിയവർ പറയുന്നുണ്ടത്രേ, റമദാൻ വന്ന് റമദാൻ പൂർത്തിയായാൽ നിങ്ങൾ ഇന്ന് കടം വാങ്ങിയ സംഖ്യ തിരിച്ചു തരും എന്ന് ജീവിക്കാൻ നിവൃത്തിയില്ലവർ പറയുന്ന ഒരു കാലമാണ് റമദാൻ. റമദാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ കടം ഞാൻ വീട്ടും എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ? റമദാനിൽ കിട്ടുമെന്ന പ്രതീക്ഷയാണ്. അവിടെ കൊടുക്കണം. നമ്മൾ എത്ര എടുത്തു വെച്ചാലും നമ്മുടെ ആവശ്യങ്ങൾ തീരില്ല സഹോദരങ്ങളെ. എന്നാൽ നാം കൊടുക്കുന്നത് നിക്ഷേപങ്ങളായി, പരലോകത്തുനിന്ന് മാത്രം നമുക്ക് പിൻവലിക്കാൻ പറ്റുന്ന തുകകളായി കിടക്കും. ഇവിടെ നിക്ഷേപിച്ചാൽ തരും, നമ്മളിത് വേഗം പിൻവലിക്കും, അത് അവിടെ കിടക്കൂല. പരലോകത്തേക്ക് നിക്ഷേപിച്ചാൽ നമുക്കത് ചെക്ക് ചെയ്ത് വാങ്ങാൻ പറ്റും. അതവിടെ മരിച്ചു ചെല്ലണം, അപ്പോഴേ കിട്ടും. അതുകൊണ്ട് ആർക്കും ദുരുപയോഗപ്പെടുത്താൻ പറ്റാത്ത, അനന്തരാവകാശികൾക്ക് നമ്മളിന്ന് വാങ്ങാൻ പറ്റാത്ത ആ ഔദാര്യത്തെ നമ്മൾ ശീലിക്കണം. സ്വഭാവങ്ങളൊക്കെ മാറില്ലേ സുഹൃത്തുക്കളെ? നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ പറഞ്ഞു, നമ്മുടെ ഭാര്യ പറഞ്ഞു, മക്കൾ പറഞ്ഞു, നിങ്ങൾ മാറിയിട്ടുണ്ട്. അത് റമദാനിൽ മാത്രം ആവാതിരിക്കട്ടെ. നമ്മളെ കൊണ്ടൊരു ഉപദ്രവവും മറ്റുള്ളവർക്ക് വരാതെ നമ്മളെ മറ്റുള്ളവർ കാത്തിരിക്കട്ടെ. ജോലി സ്ഥലത്ത് എന്തേ അവൻ ഇന്ന് വരാന്ന്? ഭാര്യ നമ്മളെ കാത്തിരിക്കട്ടെ, ഭർത്താവ് നമ്മളെ കാത്തിരിക്കട്ടെ, മക്കൾ നമ്മളെ കാത്തിരിക്കട്ടെ. എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുന്നവർ എല്ലാവരും കാത്തിരിക്കും സുഹൃത്തുക്കൾ. നമ്മൾ മരിക്കുമ്പോൾ അവിടെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി കണ്ണീര് വരും. കാരണം അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. ഒരു സമാധാനം ലഭിക്കാൻ, ഒരു ആശ്വാസം ലഭിക്കാൻ നമ്മെ ആവശ്യമുണ്ടായിരുന്നു. അത്തരമൊരു സ്വഭാവത്തിലേക്ക് നമ്മുടെ മനസ്സ് മാറും സുഹൃത്തുക്കളെ. ഇനിയും നമുക്ക് ഉറപ്പുള്ള ഹറാമുകൾ ഉപേക്ഷിക്കാൻ കാത്തു നിൽക്കരുത്. നമ്മുടെ സഹോദരിമാർ വസ്ത്രങ്ങളിൽ മാറ്റമുണ്ടാക്കണം. അത് വിശുദ്ധ ഖുർആൻ ഫൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുനൂബിഹിന്ന, മാറു മറഞ്ഞു വരണം. ശിരോവസ്ത്രങ്ങളെ കൊണ്ട് മാറു മറയണം. കണ്ണുകളെ താഴ്ത്തണം. തങ്ങളുടെ സ്വകാര്യതകൾ ഒരു അന്യപുരുഷന് ദർശിക്കാൻ അവസരമില്ലാത്ത വസ്ത്രവിധാനങ്ങളെ സ്വീകരിക്കണം. ആ മാറ്റത്തിന് കാത്തു നിൽക്കരുത് സഹോദരിമാരെ. എല്ലാം അഴിച്ച് ദേഹം മുഴുവൻ മൂടുന്ന ഒരു തുണി കൊണ്ട് പൊതിഞ്ഞ് താടികൾ കെട്ടുന്ന ഒരു സമയം വരെ വസ്ത്രത്തിന്റെ മാറ്റത്തിന് കാത്തു നിൽക്കരുത്. അതിന്റെ മുന്നേ മാറണം. ആ മാറ്റം കൊണ്ടേ കാര്യം. നമ്മുടെ വസ്ത്രങ്ങളിൽ എവിടെയാണോ അപാകതയെന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ടോ അത് തിരുത്താനുള്ളൊരു സന്ദർഭമായിക്കാം. നോമ്പുകൾ അവസാനിക്കുന്നില്ല. സ്വർഗത്തിൽ ഒരു മണിമന്ദിരമുണ്ട്. തുറാ ളുഹൂറുഹ മിൻ ബുതൂനിഹ, അതിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ പുറത്തും കാണും, പുറത്തുനിന്ന ഉള്ളു കാണും. റസൂലെ, ആർക്കാണ് ആ സ്വർഗം കിട്ടുക? ലിമൻ അത്വാബൽ കലാം, നല്ല സംസാരം സംസാരിച്ചവന്, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്തവന്, നോമ്പുകളെ നിത്യമാക്കിയവൻ. ഇനി 6 നോമ്പുണ്ട്. 30 നോമ്പിന് 300 പ്രതിഫലം. 6 നോമ്പും കൂടി ആകുമ്പോൾ അതിൽ 60, 360. കാനക സിയാമി ദഹർ, ഒരു കൊല്ലത്തെ നോമ്പ് നോറ്റ പ്രതിഫലം. റമദാൻ കഴിഞ്ഞ് ഒരു 6 നോമ്പ് കൂടി നോറ്റാൽ ഒരു കൊല്ലം പൂർണ്ണമായി നോമ്പ് നോറ്റ പ്രതിഫലം ലഭിക്കും. നോമ്പുകൾ തുടരുക, രാത്രി നിസ്കാരം തുടരുക. ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ ആത്മാർത്ഥമായി രാത്രി നിസ്കരിക്കാം. ഇതൊക്കെ റമദാനോടുകൂടെ നമ്മൾ തുടങ്ങേണ്ട, റമദാനിന് ശേഷം നമ്മൾ നിലനിർത്തേണ്ട കാര്യങ്ങളാണ്. മരിക്കുന്നതുവരെ സുഹൃത്തുക്കളെ ഈ നന്മ തുടരുക, അതാണ് ആവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ അബ്ദല യഅമലു ഫീമാ യറന്നാസ്. ജനങ്ങൾ കാണുന്ന ചില പ്രവർത്തനങ്ങൾ ആൾക്കാരിങ്ങനെ ചെയ്യും. നമ്മളൊക്കെ നല്ല പള്ളിയിൽ പോകണമെന്നും നിസ്കരിക്കാൻ പോകണമെന്നും തറാവീഹിന് പോകണതൊക്കെ ആളുകൾ കാണും. അമലു അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരൻ്റെ പ്രവർത്തി. വ ഇന്നഹു ലമിൻ അഹ്ലിൻ നാർ, എന്നാ അവൻ നരകക്കാരനാണെന്ന്.
വയഅമലു ഫീമാ യറന്നാസ് അമല അഹ്ലിന്നാർ. ആൾക്കാർ കണ്ടപ്പോൾ ഇവനൊക്കെ നരകത്തിന്റെ ആളായിട്ടാണ് എല്ലാവരും മനസ്സിലാക്കിയത്. പക്ഷെ വഹു മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗക്കാരനായി. എന്തേ കാരണം? ഇന്നമൽ അഅ്മാലു ബിഖവാതീമിഹാ. പ്രവർത്തനങ്ങൾ അല്ല തീരുമാനിക്കുന്നത് അവസാനം നോക്കിയിട്ടാണ്. അപ്പോൾ നല്ല ആളായി ജീവിച്ചു, അവസാനം മരിക്കാൻ കാലത്ത് ഏറ്റവും മോശമായിട്ട് ജീവിച്ച്. അപ്പം ആ മോശം അവസ്ഥയാണ് അവൻ നരകത്തിലേക്ക് എത്തിച്ചത്. എല്ലാവരും കാണുക നല്ലവനായി ജീവിച്ചു, പക്ഷെ അവസാനം മോശമായി നരകത്തിലേക്കാണ് പോവുക. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ അന്ത്യം നന്നാവണം. അപ്പം ഇനി ജീവിക്കുന്ന കാലം മുഴുവനും ഇതിനേക്കാളും നന്മ തുടർന്ന് ഈ റമദാന്റെ നന്മകളുമായി നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. തീർച്ചയായും നന്മകളിൽ മത്സരിക്കാൻ നമ്മൾ തയ്യാറാകുക. ശിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും മാറി നിൽക്കുക. ദീനിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കുക. എന്നിട്ട് സുഹൃത്തുക്കളെ, റമദാനിൽ നമ്മൾ എന്തു നേടിയോ അതുപോലെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കാം. അങ്ങനെ നന്മയെ നിലനിർത്തുവാനും നാളെ സ്വർഗത്തിൽ ശാശ്വതമായ സ്വർഗം കരസ്ഥമാക്കാനും കഴിയുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തണം. ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ നമ്മൾ അറിയേണ്ടതുണ്ട്. ഒന്ന് സക്കാത്തുൽ ഫിത്റാണ്. നമ്മളെല്ലാവരും അത് കൊടുക്കുന്ന ദിവസം ജനിച്ച കുട്ടിക്ക് പോലും കൊടുക്കേണ്ടതാണ്. ഇത് ഫറള റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ റസൂൽ നിർബന്ധമാക്കിയതാണ്. സക്കാത്തുൽ ഫിത്ർ സാഅം മിൻ തംറിൻ ഔ സാഅം മിൻ ശഅർ. ഒരു സാഅ എന്ന് പറഞ്ഞാൽ ഏകദേശം 2400 മുതൽ അല്ലെങ്കിൽ 2200 മുതൽ 3 കിലോ വരെ വരും. അത് ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ കൊടുക്കണം. അലൽ അബ്ദി വൽ ഹുർരി വദ്ദക്രി വൽ ഉൻത വസ്സഗീരി വൽ കബീർ, എല്ലാവർക്കും, ആണിനും പെണ്ണിനും കുട്ടിക്കും എല്ലാവർക്കും നൽകണം എന്നാണ് ഇമാം ബുഖാരിൻ്റെ ഹദീസാണ്. അത് നമ്മൾ ഈദ്ഗാഹിലേക്ക് പോകുന്നതിന് മുമ്പ് ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ആർക്കാണ് കൊടുക്കേണ്ടത്? മിസ്കീൻ, ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാണ് കൊടുക്കേണ്ടത്. അതെല്ലാവരും കൊടുക്കണം. അമ്മൽ ഫക്കീറുൽ മുഅ്സിർ അല്ലദീ ലം യഫ്ളുൽ അൻ ഖൂതിഹി വഖൂതി മൻ ഫീ നഫഖതിഹി. തനിക്കും താൻ ഭക്ഷണം കൊടുക്കേണ്ടവർക്കും ഭക്ഷണം കൊടുക്കാൻ ആവശ്യമായത് തികയാതെ വരുന്നവൻ മാത്രമേ കൊടുക്കേണ്ടാത്തുള്ളൂ. അത് കൊടുക്കാൻ സാധിച്ചിട്ട് പിന്നെ പുറത്തെടുക്കാൻ അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവനത് കൊടുത്തിരിക്കണം എന്നാണ്. സുഹൃത്തുക്കളെ, പെരുന്നാൾ നമ്മുടെ കുടുംബത്തെ കൂട്ടി നമ്മൾ പോകണം. അതിൻ്റെ തക്ബീറുകളും അതിൻ്റെ മര്യാദകളും അതിൻ്റെ വസ്ത്രങ്ങളും എല്ലാം നമ്മൾ അതിൻ്റേതായ രൂപത്തിൽ ആ സുന്നത്തുകളെ പാലിച്ച് ഈ ഈദുൽ ഫിത്തർ ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പിന്നെ ഇസ്ലാസുമാർ ഈത്തപ്പഴം കഴിച്ചാണ് പോയത്, എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ടാണ് പോയത് എന്ന് പറഞ്ഞാൽ ആ സുന്നത്തുകൾ മുഴുവൻ പോയതൊരു വഴിയിലൂടെ തിരിച്ചു വന്ന വേറൊരു വഴിയിലൂടെ ധാരാളം സുന്നത്തുകളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഉമ്മു അത്തിയ്യ റളിയല്ലാഹു നിവേദനം ചെയ്തൊരു ഹദീസാണ്. അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഞങ്ങളോട് കൽപ്പിച്ചു, അൻ നുഖ്രിജഹുന്ന ഫിൽ ഫിത്രി വൽ അദ്ഹ. ഈദുൽ അദ്ഹക്കും ഈദുൽ ഫിത്തറിനും പെണ്ണുങ്ങളെ മുഴുവനും പുറപ്പെടുവിച്ച് കൊണ്ടുപോകാൻ, സ്ത്രീകളെയൊക്കെ കൂട്ടിപ്പോകാൻ ഞങ്ങളോട് കൽപ്പിച്ചു. അല്ല അവാത്തിക വൽ ഹുയ്യത, ആർത്തവകാരികളെയും അതേപോലെ തന്നെ യുവതികളെയും ഒക്കെ കൂട്ടിപ്പോകാനാണ്. അമ്മൽ ഹുയ്യത്, എന്നാൽ ഈ ആർത്തവകാരികളായ സ്ത്രീകൾ ഫയഅ്തസിൽന സ്വല, ഒരു നിസ്കാരത്തേക്ക് നിൽക്കണ്ട. നിസ്കാരത്തിന് അവർ മാറി, നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ല. പക്ഷെ വയഷ്ഹദനൽ ഖൈറ, ആ നന്മയിൽ അവർ സാക്ഷ്യം വഹിക്കട്ടെ എന്നാണ്. വദഅവത്തുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നാണ്. അപ്പോൾ അവർ സംശയം ചോദിച്ചു റസൂൽ, യാ റസൂലല്ലാഹ് ഇഹ്ദാനാ ലാ യകൂനു ലഹാ ജിൽബാബ്. എന്നാൽ എല്ലാം മൂടുന്ന ഒരു വസ്ത്രം ഇല്ലാത്ത പെണ്ണുങ്ങളാണെങ്കിൽ ഓല കാര്യത്തിൽ എന്താ ചെയ്യുക എന്നാണ്. അപ്പം എന്താണ്? ലിതുൽബിസ്ഹാ ഉഖ്തഹ മിൻ ജിൽബാബിഹ. എന്താണ്? അവൾ തൻ്റെ സഹോദരിയെ വസ്ത്രം തൻ്റെ ഉള്ള വസ്ത്രം വായ്പ കൊടുത്തിട്ട് അവരെ വസ്ത്രം ധരിപ്പിച്ചിട്ട് കൊണ്ടുപോകട്ടെ എന്നാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഭാര്യമാരും ഈദ്ഗാഹിലാണ് നമ്മുടെ നിസ്കാരം. നമ്മളെല്ലാവരും കുടുംബസമേതം വരണം. അവർക്ക് അങ്ങനെയെങ്കിലും ഒരു നന്മ കാണാൻ, ഒരു നന്മക്ക് അവസരമുണ്ടാകട്ടെ സുഹൃത്തുക്കളെ. അത് പ്രത്യേകിച്ചും ഈദ്ഗാഹിലേക്കാകുന്നത് അങ്ങനെ അവർക്ക് പള്ളിയിലേക്ക് അവർക്ക് വരാൻ പറ്റില്ലല്ലോ, ആർത്തവകാരികൾക്കൊന്നും. അവർക്കൊക്കെ വരാൻ പറ്റും ഗ്രൗണ്ടിലേക്ക്. ആ ഒരു നന്മയിൽ നമ്മുടെ കുട്ടികളും നമ്മുടെ കുടുംബവും സന്തോഷത്തോടെ വരാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. എല്ലാ നന്മകളിലും മാത്സര്യത്തോടെ മുന്നേറുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാൻ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹു ഈ റമദാനിൽ ചെയ്ത എല്ലാ നന്മകൾ, നമസ്കാരങ്ങളും നോമ്പുകളും എല്ലാം നീ വാഗ്ദത്തം ചെയ്ത പ്രതിഫല പ്രകാരം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ഞങ്ങൾക്ക് പ്രതിഫലം പ്രദാനം ചെയ്യുകയും ചെയ്യണമെന്നാണ്. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. നിന്റെ വിശാലമായ സ്വർഗ്ഗം ലഭിക്കുന്നവരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. രോഗങ്ങളും ബുദ്ധിമുട്ടുമുള്ള ധാരാളം ആളുകൾ പല കാര്യങ്ങൾക്കും പല ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളൊക്കെ വസീയത്ത് ചെയ്യുന്ന അല്ലാഹുവേ, അവിടെ എല്ലാവരുടെയും രോഗങ്ങൾ നീ സുഖപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ.
നല്ല ആരോഗ്യത്തോടുകൂടെ നമസ്കാരങ്ങളിലും ഈദ്ഗാഹുകളിലും എല്ലാം പങ്കെടുക്കുവാനുള്ള ആരോഗ്യവും മനസ്സമാധാനവും ജീവിതാവസ്ഥയും അവർക്കേവർക്കും നീ നൽകണമെന്നാണ്. അള്ളാഹുവെ, ഫലസ്തീനിലെ ഗസയിൽ വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച് ഈ റമദാനിൻ്റെയും പെരുന്നാളിൻ്റെയും ദിനരാത്രങ്ങളിൽ പോലും അതിൻ്റെ യാതൊരു അനുഭവങ്ങളും ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾക്ക് നീ മനസ്സമാധാനവും രക്ഷയും പ്രദാനം ചെയ്യണമെന്നാണ്. അവർക്ക് സുരക്ഷിതത്വവും സമാധാനവും അവിടെ നാടിന് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. എല്ലാ തെറ്റുകളിൽ നിന്നും മോചിതരായി നന്മയിൽ തുടരുന്നൊരു ജീവിതം റമദാനിന് ശേഷവും തുടരാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമെന്നാണ്. ഈ റമദാനും ഇതിനു മുമ്പും ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ അവിടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങൾ ഞങ്ങൾക്ക് നീ കൺകുടുംബ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക തവ്വാബുർ റഹീം. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل